ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളും എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയിലത്തോരൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ വീഡിയോയിലിട്ടിട്ടുള്ളത്. ഈ മുരിങ്ങയിലത്തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മുരിങ്ങയില ഊർന്നെടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നല്ലോണം വെള്ളമൊക്കെ ഊറ്റി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ തോരൻ വയ്ക്കാൻ തുടങ്ങുക. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പം കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മുരിങ്ങയില തോരന് ഈർന്നെടുക്കുന്ന സമയത്ത് ചെറിയ തണ്ടൊന്നും ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറിക്ക് ഈർന്നെടുക്കുന്ന സമയത്താണ് ഒറ്റയായിട്ടുള്ള ഇല ഊർന്നെടുക്കേണ്ടത്. ഇപ്പം മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി തീരെ വെള്ളമില്ലാതെ ഈ മുരിങ്ങയിലൊക്കെ അതിലേക്ക് ഊറ്റിയിട്ട് വേണം ഇടാൻ. അടിയിലൊക്കെ വെള്ളം ഉണ്ടാവും, വെള്ളം തീരെ ഉണ്ടാവരുത്. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2-3 ചേരുവകളും കൂടി ചേർത്താണ്ട് മുരിങ്ങയില ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ ഇലയിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് കൈ കൊണ്ടൊക്കെ കൂടി കൂട്ടി കുഴച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ കൂടി കൂട്ടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഉപ്പേരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി അതൊക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ മുരിങ്ങയിലൊക്കെ കൂടി അതിൻ്റെ മുകളിലേക്കൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ഒന്ന് ആവി കയറണം. ഈ സമയത്തൊക്കെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഇല വല്ലാതെ വെന്ത് പോയാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഈ മുരിങ്ങയിലയ്ക്ക് വല്ലാതെ വേവില്ലല്ലോ, ഈ പച്ച കളറിൽ തന്നെ നിൽക്കണം കേട്ടോ. ഇത് അധികം വെന്ത് പോയാൽ കളറൊക്കെ മങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ അരപ്പൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ആ വെള്ളമയമൊക്കെ ഒന്ന് നല്ലോണം ഡ്രൈ ആയിട്ട് എടുക്കണം. വിറ്റാമിൻ എൻ്റെ കലവറയാണ് മുരിങ്ങയില. കൂടാതെ ഇലക്കറികളിൽ ഒന്നാമനായിട്ട് നിൽക്കുന്നതും മുരിങ്ങയില തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് മുരിങ്ങയില, മുരിങ്ങക്കായ ഇതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇതൊന്നും കിട്ടുമ്പം തീരെ ഒഴിവാക്കരുത് കേട്ടോ. ഇവിടെ ഒരു മുരിങ്ങമരം ഉണ്ടായിരുന്നു. അത് നീളം വെച്ച് പോയപ്പോൾ ഇലയൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ വെച്ച് മുറിച്ചെടുത്തു. അപ്പം കുറേ ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുമിലൊക്കെ കുറേ ഇല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറിയായിട്ടും ഉപ്പേരിയായിട്ടും തോരനായിട്ടൊക്കെ ഉണ്ടാക്കലുണ്ട്. ദിവസവും ഈ മുരിങ്ങേൻ്റെ ഇല ഉൾപ്പെടുത്തുകയാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വർദ്ധിക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ തോരൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ആ ചീനച്ചട്ടിയിൽ നിന്ന് ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുക. അങ്ങനെ ഒരു അടിപൊളി മുരിങ്ങയിലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. ഇപ്പോൾ ഈ കാറ്റും മഴയൊക്കെ ആയതിനെക്കൊണ്ട് മീനൊക്കെ കിട്ടാൻ പ്രയാസമല്ലേ. അതുകൊണ്ട് ചക്കക്കുരുവും മുരിങ്ങയിലയും പരിപ്പും മുരിങ്ങയിലയും അങ്ങനെ പല കറികളാണല്ലോ അപ്പോൾ നമ്മൾ വെക്കുക. ആ മീനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഈ മുരിങ്ങയില കറി. അപ്പോൾ ഇനി മുരിങ്ങയില കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു തോര എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. പിന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.